ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ തന്നെ മൂഡ് ഓഫിലൊക്കെയാണ് എണീറ്റത്. കാരണം ട്രാവൽ ചെയ്യാൻ ഭയങ്കര മടി. വേറൊന്നും കൊണ്ടല്ല, ഹെൽത്ത് ഇഷ്യൂസ് കാരണം തന്നെ. അതുകൊണ്ട് തന്നെ ഭയങ്കര മടിയാണ് ട്രാവൽ ചെയ്യാനായിട്ട്. പക്ഷേ പോവാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിന് വേണ്ടി പോകണം. ഞങ്ങൾക്ക് എല്ലാവർക്കും ട്രാവൽ ചെയ്യാനായിട്ട് വയ്യ, എന്നാലും ഒഴിവാക്കാൻ പറ്റാത്തൊരു പ്രോഗ്രാമുണ്ട്. അപ്പം ആ ഒരു പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞങ്ങൾ വണ്ടിയിലല്ല പോകുന്നത്, പറഞ്ഞല്ലോ. ട്രാവൽ ചെയ്യാൻ മടിയായതുകൊണ്ട് തന്നെ ചേട്ടന് ബൈക്ക് ഓടിക്കാനും നമുക്ക് പോകാനും ഒക്കെ മടിയായതുകൊണ്ട് നമ്മൾ പോകുന്നത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ട്രെയിനിലാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്നതാണ് ചേട്ടൻ. അത് കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ റെഡിയായിരിക്കുമായിരുന്നു. കേശൂട്ടന് രാവിലെ എണീക്കാനൊക്കെ വലിയ മടിയായിരുന്നു, പക്ഷെ അവന് ട്രാവൽ ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ്. പിന്നെ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളുടെ കാണാൻ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷമാണ് പറയാനായിട്ട് പോകുന്നത്, കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ആൾ ഫ്രണ്ടിലൊക്കെ യോയോ ഒക്കെ വെച്ച് കയറിയിട്ടുണ്ട് വണ്ടിയിൽ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടില്ല, ചെറിയൊരു ട്രാവലാണ്. അതുകൊണ്ട് തന്നെ ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തില്ല, ചെന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേ ഞാൻ പറഞ്ഞു തിരക്കായിരിക്കും, കാരണം ഹോളിഡേയുടെ അവധിയൊക്കെ ആയിരിക്കും, എല്ലാവർക്കും ട്രാവലിന് ഭയങ്കര തിരക്കായിരിക്കും, സീറ്റ് കിട്ടില്ല, ഇരിക്കാൻ സ്ഥലം കിട്ടില്ല എന്നൊക്കെ ഉള്ള ടെൻഷനായിരുന്നു എനിക്ക് ഇറങ്ങുന്നതിന് മുമ്പേ. അതുകൊണ്ട് തന്നെ എനിക്ക് ട്രെയിൻ ട്രാവൽ വലിയ ഇഷ്ടമല്ല. ബസ്സിൽ ഞാൻ പോകും, പക്ഷേ ട്രെയിൻ ട്രാവൽ എനിക്ക് അത്ര വലിയ സുഖമുള്ള കാര്യങ്ങളല്ല. അപ്പം ഞങ്ങളങ്ങനെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കേശൂട്ടനും ഞാനും കൂടെ അവിടെ നിന്നപ്പോഴത്തേക്കും ചേട്ടൻ ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ട് വന്നു. ഞങ്ങൾ അപ്പോഴത്തേക്കും ടിക്കറ്റ് എടുക്കാനായിട്ട് നിന്നു. പിന്നെ പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല, ആലപ്പുഴയിലേക്കാണ്, എൻ്റെ നാട്ടിലേക്ക്. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ പ്രോഗ്രാം, ഇന്നത്തെ വിശേഷം അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിച്ചത് ചെന്നൈ വരുന്ന ട്രെയിനിലാണ്, ചെന്നൈ. അപ്പം അത് ആലപ്പുഴ വരെ ഉള്ളൂ, അതിൽ പോവാന്നാണ് വിചാരിച്ച് ഞങ്ങൾ വന്നത്. ചേട്ടൻ പറഞ്ഞു സീറ്റൊക്കെ കിട്ടൂടി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് സമാധാനിപ്പിച്ചു. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും തന്നെ ട്രെയിൻ വന്നു. പക്ഷേ ഉണ്ടല്ലോ, അന്യായ തിരക്കായിരുന്നു, സീറ്റും ഇല്ല, ഒന്നുമില്ല. ഞാൻ ചേട്ടന് ഒരു നോട്ടം നോക്കി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എവിടെ സീറ്റ് കിട്ടുമെന്നാണ് വിചാരിച്ചത്, ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിച്ചു. അപ്പം നമ്മുടെ മെമു ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഞങ്ങൾ പോയി. നിർത്താൻ പറഞ്ഞു. അതിൽ കയറാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ചെന്നൈയിൽ തന്നെ കയറി, സീറ്റൊന്നും ഇല്ലായിരുന്നു. അപ്പം അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റിലോട്ട് കയറി. അപ്പം ടി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് കുറച്ചും കൂടെ ക്യാഷ് കൊടുത്താൽ മതി. ഓൾറെഡി നമ്മുടെ ടിക്കറ്റ് ഉണ്ട്, അപ്പോൾ അതിന് കുറച്ചും കൂടെ ക്യാഷ് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ അവിടെ കയറി. അപ്പോൾ സീറ്റൊക്കെ കിട്ടി, എന്തായാലും സെറ്റായിട്ടുണ്ട്. അപ്പോഴാണ് ഒരു സമാധാനമായത്. കാരണം മോനുമായിട്ട് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നിന്നൊക്കെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഇതിൽ ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമില്ലായ്മയാണ്. കാരണം അവൻ എൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഫുൾ ടൈം. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയണ്ടല്ലോ, എനിക്ക് ട്രെയിൻ ട്രാവൽ ഭയങ്കര മടുപ്പാണ് എപ്പോഴും. പിന്നെ ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ജോളി ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര മടുപ്പാണ് ആ ഒരു ട്രാവൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ കുമ്പളമാല ഒക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കും കേശൂട്ടൻ അവിടെ വന്നിരുന്നു, കുറച്ച് നേരമൊക്കെ കളിച്ചു. അപ്പം ഞങ്ങൾ പോകുന്ന ഇന്നത്തെ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേ ഫംഗ്ഷനാണ്. ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു, കുഞ്ഞിൻ്റെ ചോറൂണ്. അപ്പം കേശൂരിന് എപ്പോഴും ചോറ്റാനിക്കര അമ്പലം കാണുമ്പോൾ പറയുന്നൊരു ഇതാണ് വാവയുടെ ചോറൂണ്. ആ വാവ ഏതാ, എപ്പോൾ വരും എന്നൊക്കെ ചോദിക്കുന്ന അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വാവയുടെ ബർത്ത്ഡേ ആണ്, ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അതുമല്ല ഇന്ന് ഒരുപാട് പേരെ കാണാനും ഒക്കെ പറ്റും. അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കാണാൻ പറ്റും. അങ്ങനെ അവൻ ഹാപ്പി. ആലപ്പുഴയല്ല, ആലപ്പുഴ.
അപ്പോൾ ഞങ്ങൾ ആലപ്പുഴ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബർത്ത്ഡേ ഫംഗ്ഷൻ 12 മണിക്കാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ 11:30 എത്താറായിട്ടുണ്ട്. അപ്പം എന്നെ വെയിറ്റ് ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ട് ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് തോണ്ടംകുളങ്ങര ഉടുപ്പി ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് ഫംഗ്ഷൻ്റെ ഓഡിറ്റോറിയം. അപ്പം അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇവിടുന്ന് മണ്ണഞ്ചേരി ബസ്സിൽ വേണം പോവാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഒരാൾ കൂടെ കയറും, ഒരാളല്ല ഒരു 1.5 ആളുണ്ട്. അവരുടെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഗസ്റ്റ് വന്ന് അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ട ഒരു ഫ്രണ്ടിനെയും കൊച്ചിനെയും. അപ്പോൾ അവരും ഉണ്ട്. അപ്പം കേശൂട്ടിന് അവരെയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് അവരെല്ലാവരും കാണുന്നതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ അവൻ്റെ അമ്മൂന, എൻ്റെ അമ്മയ്ക്ക് ക്ഷണമുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയും പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മക്കൾസിനെയൊക്കെ അവന് കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് ബിസി ആയിരിക്കും കേശൂട്ടൻ. എൻ്റെ കൂടെ തന്നെ കാണണമെന്നില്ല, അവൻ ഭയങ്കര തിരക്കായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് കളിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബസ് കിട്ടി. മണ്ണഞ്ചേരി റൂട്ടിലുള്ള ബസ് പെട്ടെന്ന് തന്നെ കിട്ടുമല്ലോ, ഒരുപാട് ബസ് ഉണ്ടല്ലോ. അങ്ങനെ മെഡിക്കലായപ്പോഴത്തേക്കും ദേ വന്നു ഞാൻ പറഞ്ഞ 1.5 ആള്. ഒരാൾ ഇവളും അവളുടെ മകൻ ആര, അങ്ങനെയാണ് 1.5 എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടി, ഞങ്ങൾ സെറ്റായി. ഞങ്ങൾ തോണ്ടംകുളങ്ങര ഇറങ്ങി. നല്ല കരിഞ്ഞ വെയിലാണേ. അപ്പോൾ കേശൂട്ടൻ അവരുമായിട്ട് എന്തായാലും നല്ല കമ്പനി ആയതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ നല്ല അന്യായ വെയിലാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുടയൊക്കെ പിടിച്ചൊക്കെ വന്നു. പക്ഷെ അവിടെ വന്നപ്പോഴത്തേക്കുമാണ് അവിടെ ഒരു കുഞ്ഞു പോലും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ബർത്ത്ഡേക്ക് ക്ഷണിക്കുമ്പം നമ്മൾ ചെല്ലുമ്പം നമ്മളെ ഒന്ന് വരവേൽക്കാൻ വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ. എന്നാൽ ബർത്ത്ഡേ കാർഡ് പൊടി പോലും ഇല്ലായിരുന്നു. കാരണം ഞങ്ങളാണ് എറണാകുളത്തുനിന്ന് ഞങ്ങൾ ഇത്ര നേരത്തെ വന്നു, പക്ഷേ ഒരു മനുഷ്യരും അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് സെൽഫി എടുത്തു, പിള്ളേർ കളിച്ചു, കുറേ നേരം പോസ്റ്റായി, പിന്നെ ദേഷ്യമായി. പിന്നെ ഞാൻ ഇടയ്ക്ക് അവളെ വിളിക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ടിനെ. അപ്പം അവർ ഇപ്പോൾ വരൂ എന്ന് പറയുന്നതല്ലാതെ എത്തുന്നില്ല. ഒരു അരമുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ അവിടെ പോസ്റ്റ് അടിച്ചിരിക്കുമായിരുന്നു. പിന്നെ എനിക്ക് ആ പ്ലേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി പ്ലേസ് ആയിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു ഏരിയയൊക്കെ നല്ല ഒരു അത്ര വെയിലൊന്നും ഇല്ലാതെ നല്ല അടിപൊളി സ്ഥലമായിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മ എന്തായാലും നല്ല സെറ്റായിട്ട്, അമ്മ ഏറ്റവും ലാസ്റ്റാണ് വന്നത്. ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബർത്ത്ഡേക്കാരൊക്കെ വന്നതിന് ശേഷമാണ് അവരൊക്കെ വന്നത്. ഇപ്പോൾ ബർത്ത്ഡേക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് 2 മക്കളാണ്. ഒരാൾ മൂത്ത ആൾ, 2 പേരും പെൺപിള്ളേരാണ്. അപ്പോൾ ഇളയാളുടെ ബർത്ത്ഡേക്കാണ് വന്നേക്കുന്നത്. മൂത്ത ആൾക്ക് ഭയങ്കര കമ്പനിയാണ് ഞാനുമായിട്ട്, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ എന്നെ കണ്ടപ്പോൾ തന്നെ ഓടി വന്നായിരുന്നു എൻ്റെ അടുത്തോട്ട്. അവൾ നല്ല സുന്ദരി കുട്ടിയായിട്ടൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ അവർ വന്നിട്ട് വലിയ മൈൻഡൊന്നും കൊടുക്കാതെ ദേഷ്യഭാവം നടിച്ച് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നായിരുന്നു. അത് കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ മേളിലേക്ക് പോയത്. അപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് പെട്ടെന്ന് തന്നെ പിന്നെ പ്രോഗ്രാമൊക്കെ തുടങ്ങി. അപ്പോൾ എന്തായാലും വ്ലോഗ് ചെയ്യുവാണല്ലോ, അപ്പോൾ അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ, അല്ലെങ്കിലും ഫോട്ടോസും വീഡിയോസൊക്കെ ഇല്ലാതെ എന്തായാലും ഒരു ഫംഗ്ഷന് പോയാലും എവിടെ പോയാലും ഫോട്ടോസും ഇല്ലാതെ എന്താഘോഷം. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും അമ്മ വന്നു. അപ്പം നാത്തൂനാണ്, എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് കൊണ്ടുവിട്ടത്. അപ്പം അമ്മയും പിള്ളേർ സെറ്റും അങ്ങനെ വന്നിട്ടുണ്ട്. അവർ ഗിഫ്റ്റ് മേടിക്കാൻ മറന്നു പോയിട്ട് പിന്നെ രണ്ടാമത് അവർ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു എന്തായാലും അവർ വരട്ടെ, നമുക്ക് മേളിൽ പോയി ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പം പിള്ളേരെ ഇങ്ങോട്ടേക്ക് തന്നു ഒരാളെ. അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം അല്ല, ചെറിയൊരു ഹാളായിരുന്നു. അതിൻ്റെ മേളിൽ ചെറിയൊരു ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബർത്ത്ഡേ ഫംഗ്ഷൻ. പിള്ളേർ സെറ്റൊക്കെ ആയിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുമായിരുന്നു എല്ലാവരും. കൂട്ടിന് എൻ്റെ ഫ്രണ്ട്, സത്യം പറഞ്ഞാൽ എല്ലാത്തിനെയും കൂടെ ഒരു ഡേ കെയറിലാക്കി എൻ്റെ ഫ്രണ്ടിനെ അവളെ ഇരുത്തി കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ ഇരിക്കും എന്ന പോലെയായിരുന്നു. അവളായിരുന്നു അവരെയൊക്കെ നോക്കിയിരുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ബർത്ത്ഡേക്കാരി വന്നായിരുന്നേ. ബർത്ത്ഡേക്കാരിയുടെ അമ്മയുമാണ്. അപ്പം
കുഞ്ഞുമണി ഇപ്പം ഇവിടെ വന്നിട്ടാണ് ഡ്രസ്സ് ഇട്ടത്. ഇതാണ് ബർത്ത്ഡേ ഉടുപ്പ്. അവളും അവളുടെ ചേച്ചിയും ഒരേ കളർ മാച്ചിങ് ആയിട്ടാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു അച്ഛനും അമ്മയും കൂടെ മാച്ചിങ് ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ. അങ്ങനെയാണല്ലോ എല്ലാവരും ഒരുപോലെ മാച്ചിങ് ഡ്രസ്സായിരിക്കുമല്ലോ. അതിനുശേഷം കേക്ക് കട്ടിങ്ങിലേക്കായിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ എല്ലാവർക്കും കൊടുക്കുകയായിരുന്നു. കേക്ക് ആരും സ്പോൺസർ ചെയ്തതായിരുന്നു, അവളത് നേരത്തെ പറഞ്ഞായിരുന്നു. കേക്ക് കട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് അതിനു മുമ്പ് തന്നെ ഒരു 12 മണി കഴിഞ്ഞപ്പോഴത്തേക്കാണ് കേക്ക് കട്ടിങ്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, നല്ല വിശപ്പ് ആയ ടൈമാണ് എല്ലാവർക്കും. പിള്ളേർക്കാണെങ്കിലും വിശക്കുന്നെന്ന് പറയുന്നു, എല്ലാവർക്കും വിശപ്പിൻ്റെ ടൈമായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ്ങും കൊച്ചിന് കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ ഓരോരുത്തർ കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം ഫുഡ് ബിരിയാണി ആയിരുന്നേ. കൊള്ളായിരുന്നു ബിരിയാണി. കുറേ നാളായി ആലപ്പുഴയിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഫംഗ്ഷൻ അധികം ഞങ്ങൾ വരാൻ മനഃപൂർവ്വം വരാത്തതല്ല, ഓരോരോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരാത്തത്. ട്രാവൽ ചെയ്യുന്നത് പിന്നെ ചേട്ടൻ്റെ ഷിഫ്റ്റൊക്കെ ചേഞ്ച് ചെയ്ത് കിട്ടുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നേരത്തെ നമുക്ക് പറഞ്ഞാൽ മാത്രമേ അവർക്ക് ലീവും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം ഇതെന്തായാലും അവൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് നമുക്ക് അന്ന് ചേട്ടൻ ഫ്രീ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞായറാഴ്ച ഒന്നും അങ്ങനെ ഫ്രീ കിട്ടാത്തതാണ്. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ഫങ്ഷൻ ആണ്. നല്ല അടിപൊളി സോങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആ സോങ് ഒന്നും കേൾപ്പിക്കാൻ പറ്റില്ല, എന്താണെന്നൊക്കെ അറിയാലോ, കോപ്പിറൈറ്റ് വരും. അപ്പോൾ നല്ല അടിപൊളി സോങ് ഒക്കെ ആയിട്ട് കേക്ക് കട്ടിങ് ആയിരുന്നു. ഞാനൊരു ഉടുപ്പാണ് വാങ്ങിച്ചത്. അതൊക്കെ കേശൂട്ടനെ കൊണ്ടാണ് കൊടുത്തത്. അപ്പോൾ കൊടുക്കുന്നതിന് മുമ്പ് കേശൂട്ടൻ പറഞ്ഞു കേശു വാവയനെ കണ്ണടപ്പിച്ച് എന്നുള്ള അവൻ്റെ ഏതോ ഒരു ടൂൺ, അവനിപ്പോൾ എങ്ങനെയാണ് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കുമ്പോൾ ഒരു ടൂൺ പറയും, ആ ഒരു ടൂണിൽ വേണം കൊടുക്കാനെന്നാണ് അവൻ പറയുന്നത്. പക്ഷെ കൊടുക്കാൻ നേരത്തെ അത് പറഞ്ഞോന്നൊന്നും എനിക്കറിയില്ല, അവൻ്റെ കയ്യിലാണ് കൊടുത്തു വിട്ടത്. ഡ്രസ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവൾക്ക് ചേരുവോ ചെറുതായിരിക്കുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കറക്റ്റായിരുന്നു. ഉടുപ്പിൻ്റെ ഫോട്ടോയൊക്കെ എനിക്ക് എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയി, പാക്ക് ചെയ്തതുകൊണ്ട് എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഇട്ടിട്ട് ഉള്ള ഫോട്ടോ തരുമെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ കേക്ക് കട്ടിങ്ങും. കേക്ക് ഞാൻ അധികം പുറത്തു പോയി അങ്ങനെ കഴിക്കാറില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു പേരിന് മാത്രമാണ് കഴിച്ചത്. കേശൂട്ടനും പിള്ളേരും ഒക്കെ പിന്നെ കേക്കിൻ്റെ അഡിക്റ്റഡ് ആയതുകൊണ്ട് എല്ലാവരും നല്ല പോളിംഗ് ആയിരുന്നു. പിന്നെ കേശൂട്ടന് എപ്പോഴും സ്ലോ ആണ്. കേക്കെന്ന് മാത്രമല്ല എന്ത് കഴിക്കാനും ഒരു സ്ലോ ആയിട്ടുള്ള ഒരാളാണ്. എന്നാൽ ഞാൻ എപ്പോഴും പറയുന്നത് അവാർഡ് പടത്തിലെ നായകനുണ്ടല്ലോ, ആ ഒരാളാണ് കേശു. അതിനുശേഷം ചേട്ടനും കേശു എല്ലാം പോയി ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണ് പോയത്. അപ്പോഴത്തേക്കും തന്നെ കയ്യിലൊരു ബലൂണൊക്കെ കണ്ടില്ലേ, ബലൂൺ മേടിക്കലൊക്കെ ആയിരുന്നു പരിപാടി. അതിനുശേഷം എല്ലാവരെയും കൂടെ അടങ്ങി ഇരുത്തിയിട്ട് ഫുഡ് കൊടുത്തു. പിള്ളേരൊക്കെ എല്ലാം നല്ലോണം കഴിക്കുന്നൊക്കെ ഉണ്ട്, അവരൊക്കെ നല്ല സ്പീഡപ്പാണ്. പക്ഷെ കേശൂട്ടൻ മാത്രം ഭയങ്കര സ്ലോ ആണ്. അതിനുശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞുമണീനെ എങ്ങനെയൊക്കെ ഞാൻ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് ആളുമായിട്ട് ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോയി നൈസായിട്ട് അവളെ അങ്ങ് പൊക്കി. അവളെന്തായാലും വന്നു. അങ്ങനെ പിന്നെ എല്ലാവരെയും കൂടെ പിടിച്ചു നിർത്തി ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, അമ്മയുമായിട്ടും ഒക്കെ എടുത്തു. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു ഫങ്ഷനും സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. പക്ഷേ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ട്രാവൽ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. ഇവിടെ നിന്നാലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. കാരണം വയ്യ, ട്രാവൽ ചെയ്യാൻ വയ്യ, അത് തന്നെ കാര്യം. കേശൂട്ടനും വരണ്ട. കേശൂട്ടൻ അശ്വതിയുടെ കൂടെ, എൻ്റെ ഫ്രണ്ടാണ് അശ്വതി, ആദ്യം കാണിച്ച ഒരു കൊച്ചുമായിട്ട് വന്ന ആളുണ്ടല്ലോ അവള്. അപ്പം അവളുടെ കൂടെ പോകുമെന്ന് പറഞ്ഞാണ് കേശൂട്ടൻ ഇരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അതിനുശേഷം ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ബലൂണൊക്കെ കിട്ടി കേട്ടോ. കേശൂട്ടന് ആദ്യം വൈറ്റാണ് കിട്ടിയെങ്കിലും ലാസ്റ്റ് പിന്നെ അവൻ്റെ കയ്യിൽ 2 പിങ്ക് ബലൂണായിരുന്നു ഉണ്ടായിരുന്നത്. ചേട്ടന്മാരും എല്ലാവരും ഇതാണ് ആ താരം. അപ്പോൾ അവള് യോയോ ഒക്കെ പറഞ്ഞു പോവാണ്. ഈ വീഡിയോ കാണുമ്പോൾ ഇനി അവൾ എന്തൊക്കെയാ എന്ന് വിളിച്ച് പറയുക, ചീത്ത വല്ലതും പറയുമോ എന്നറിയില്ല. അങ്ങനെ ലാസ്റ്റ് കലാശക്കൊട്ടിലിൻ്റെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് കേശൂട്ടൻ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ പിങ്ക് ബലൂൺ കിട്ടി 2 എണ്ണം. അപ്പം അവൻ അവരുടെ കൂടെ പോവാന്നും പറഞ്ഞ് അങ്ങനെ പോവാണ്. പക്ഷേ പോയാലും ഇടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, അമ്മയുണ്ടോ അച്ഛനുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അവന് പിന്നെ എവിടെ പോയാലും ഇങ്ങനെ പറയും എല്ലാവരോടും അമ്മ വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ച്
വീട്ടിലേക്ക് പോവുകയാണ്. എറണാകുളത്ത് എത്തി. പെട്ടെന്ന് തന്നെ എല്ലാം കഴിഞ്ഞതുപോലെയായി. ആ ബലൂൺ എന്തായാലും കേശുട്ടൻ സേഫായിട്ട് തന്നെ കൊണ്ടുവന്നു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. ശരിക്കും പറഞ്ഞാൽ ബലൂണൊക്കെ ട്രെയിനിൽ വെച്ചൊക്കെ മിസ്സായി പോകാനൊക്കെ പോയായിരുന്നു. ഞാൻ പിന്നെ അത് സേഫായിട്ട് കേശൂരിന് കൊടുത്തു. കാരണം ഇച്ചിരി കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ അന്യായ തിരക്കായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ഇടിച്ചു കുത്തി ആൾക്കാർ കയറുകയും ചേട്ടൻ അങ്ങനെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. കൊച്ചുണ്ടെന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു അവരോട്. അതുകൊണ്ടാണ് പിന്നെ തിരിച്ചു വന്ന ആ ഒരു വീഡിയോസ് ഒന്നും ഞാൻ എടുക്കാതിരുന്നത്. എങ്ങനെയൊക്കെ ഞാൻ തള്ളി മാറ്റിയാണ് അവരുടെ ഇടയ്ക്ക് നിന്ന് ഇറങ്ങിയതും കേശുവിൻ്റെ ബലൂൺ പോയി തപ്പിയെടുത്തതും. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം, ബർത്ത്ഡേ വിശേഷം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വിശേഷങ്ങളും വീഡിയോസും റെസിപ്പീസും ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണേ.